ഹലോ, എൻ്റെ പേര് നവ്യ. ഞാൻ പാലാ ബ്രില്യൻറ്റിൽ 2023-24 ഒരു റിപ്പീറ്റർ വിദ്യാർത്ഥിനിയായിരുന്നു. എൻ്റെ ബാച്ച് B18 ആയിരുന്നു. ലക്ഷ്മിപ്രിയ മിസ്സായിരുന്നു എൻ്റെ ക്ലാസ് ടീച്ചർ. സോ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ കാര്യം വരുന്ന ഇയർ, അതായത് 2025 നീറ്റിലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സോ ആദ്യം തന്നെ നമ്മളിപ്പോൾ നീറ്റാണ്, ഡോക്ടറാവാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. സോ ആദ്യം തന്നെ അതിന് ഏറ്റവും നല്ലൊരു ബെസ്റ്റ് വിഷസ് തരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അത് നേടിയെടുക്കാൻ സാധിക്കട്ടെ. സോ നമ്മളിപ്പോൾ നമ്മുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ക്ലാസ്സസ് ജൂൺ ആകുമ്പോൾ തുടങ്ങും. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ NCERT ബേസ്ഡ് ആയിട്ട് തന്നെ പഠിച്ചു പോകുക എന്നുള്ളതാണ്. നമുക്ക് ക്ലാസ്സസ് വളരെ നന്നായിട്ട് തന്നെ പ്രൊഫസേഴ്സ് നമുക്ക് എടുത്തു തരും. അത് കൃത്യമായി കേട്ട് മനസ്സിലാക്കി നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്ത് മുൻപോട്ട് പോവാം. നമുക്ക് ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ഉണ്ടാവും. ഓൺലൈനായിട്ട് പഠിക്കുന്നവർക്ക് അത് ഷെഡ്യൂൾ അനുസരിച്ച് അത് ഉണ്ടാവും. അതുപോലെ ഓഫ്ലൈൻ ആയിട്ടാണെങ്കിൽ കുട്ടികൾക്ക് അവിടെ ബ്രേക്ക് ടൈമിലോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് നിൽക്കുന്ന റെഫറൻസിന് പോകുന്ന ദിവസങ്ങളിലോ ഒക്കെ നിങ്ങൾക്ക് പോയിട്ട് പ്രൊഫസേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ പറ്റും. സോ ഡൗട്ട്സ് വരുന്നതൊന്നും ഒരിക്കലും ഉള്ളിൽ ഒതുക്കി വെക്കരുത്. അത് ചോദിച്ച് കൃത്യമായി മനസ്സിലാക്കി തന്നെ പോവാം. പിന്നെ ടെൻഷനൊന്നും ഇല്ലാതെ പഠിക്കുക. മാക്സിമം ടെൻഷൻ ഫ്രീ ആയിട്ട് തന്നെ ഇരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് കാര്യങ്ങൾ പഠിച്ച് നമ്മുടെ മനസ്സിൽ നിൽക്കും. പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിൽക്കും ടെൻഷൻ ഫ്രീ ആയിട്ടിരുന്ന് പഠിക്കുമ്പോൾ. സോ മാക്സിമം ഉള്ളിലുള്ള പേടിയെ പതുക്കെ ആയിട്ട് കുറച്ച് കൊണ്ടുവരിക. അത് നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളെക്കൊണ്ട് ഉറപ്പായിട്ടും ഒന്ന് സാധിക്കും. നിങ്ങൾ മനസ്സിൽ ആ കാര്യം ചെയ്യണമെന്നങ്ങ് വിചാരിച്ച് ഒരുമ്പെട്ടിറങ്ങിയാൽ കിട്ടാത്തതായിട്ടൊന്നുമില്ല. സോ അങ്ങനെ പഠിച്ചു പോവുക. ആൻഡ് എക്സാംസിനെ പറ്റി പറയുമ്പോൾ മാക്സിമം ഒരു എക്സാം പോലും മിസ്സാക്കാതെ എഴുതുക. അത് മോഡലാണെങ്കിലും വീക്ക്ലി ആണെങ്കിലും ഞാൻ പറയും മാക്സിമം മിസ്സാക്കാതെ തന്നെ എല്ലാ എക്സാമുകളും അറ്റൻഡ് ചെയ്ത് പോവുക. തെറ്റിപ്പോവും, കുറേ എണ്ണം ചിലപ്പോൾ വിട്ടുപോകും, ടൈം കിട്ടാതെ വരും. നമുക്കറിയാലോ ഇത് നീറ്റല്ല. നമുക്ക് നീറ്റിന് വേണ്ടി നമ്മളെ പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് എക്സാംസാണ്. അപ്പോൾ ആ പരീക്ഷകളെ ആ രീതിയിൽ കണ്ട് നമ്മൾ വരുത്തുന്ന തെറ്റുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അത് കൃത്യമായി ക്ലിയർ ചെയ്ത് മുമ്പോട്ട് പോവുക. അത് ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഇങ്ങനെ കൃത്യമായി അങ്ങ് പഠിച്ചു പോയാൽ മാത്രം മതി. ബ്രില്യൻ്റ് ആണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. അവരെ നിങ്ങൾക്ക് ഉറച്ച് വിശ്വസിക്കാം. അത്രയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, അത്രയധികം റിസൾട്ടുകൾ സൃഷ്ടിച്ചിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണത്. സോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അവരിൽ പൂർണ്ണമായും വിശ്വസിച്ച് അവർ പറയുന്ന ആ ഒരു ടൈം ടേബിൾ അല്ലെങ്കിൽ ആ ഒരു ഷെഡ്യൂൾ അനുസരിച്ച് മുൻപോട്ട് പോയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും. പേടിയും ടെൻഷനും ഒക്കെ ഉണ്ടാവും. അവിടെ നിങ്ങൾക്ക് ക്ലാസ് ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഡയറക്ടേഴ്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ കോർഡിനേറ്റേഴ്സിൻ്റെ അടുത്തോ ഒക്കെ പോയി നിങ്ങൾക്ക് നിങ്ങളുടെ വിഷമങ്ങൾ പറയാം. നിങ്ങളുടെ പാരൻസ് ഉണ്ട്, ഏറ്റവും സപ്പോർട്ടീവായിട്ട് നിങ്ങളുടെ പാരൻസും നിങ്ങളുടെ കൂടെയുണ്ട്. അവരുമായിട്ടൊക്കെ എന്തൊക്കെയാണോ നിങ്ങളുടെ മനസ്സിൽ വിഷമങ്ങൾ വരുന്നത് അത് ഷെയർ ചെയ്യുക. അത് കുറയും. എന്നിട്ട് മുൻപോട്ട് തന്നെ പോവുക. കിട്ടുമോ കിട്ടില്ലയോ എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഒരിക്കലും പാടില്ല. ആ ചിന്ത വന്നു പോയാൽ പിന്നെ നമുക്ക് പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് പോലും നമുക്ക് പോയി പോകും. നമുക്കിത് കിട്ടുമോ, നമുക്കിത് കിട്ടാതിരുന്നാൽ ഞാൻ ഇനി എന്ത് ചെയ്യും എന്ന് നമുക്ക് തോന്നും. ലാസ്റ്റ് ഒരു ടൈം ആകുമ്പോൾ മോഡലൊക്കെ സ്റ്റാർട്ട് ചെയ്യാറാകുമ്പോൾ നമുക്ക് തോന്നും അഥവാ കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇനി എന്ത് ചെയ്യും. കാരണം ഞാനിത് ആഗ്രഹിച്ച് വന്നതാണ്. ഇനി കിട്ടാതെ പോയാൽ എല്ലാം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ചിന്ത വരുമ്പോൾ സ്വാഭാവികമായും നമുക്ക് എക്സാം എഴുതാൻ ടെൻഡൻസി കുറയും. അതൊന്നും പാടില്ല. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, കിട്ടുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കിട്ടിയിരിക്കും. കാരണം നമ്മൾ അത്രയധികം ആഗ്രഹിച്ച് പഠിച്ചതാണ് ഓരോ കാര്യങ്ങളും. ഓരോ മിനിറ്റുകളും ഓരോ സെക്കൻഡുകളും ഈ ഒരു വർഷം നമ്മൾ അത്രയധികം ആഗ്രഹിച്ച് പഠിച്ചതാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും കിട്ടാതിരിക്കില്ല. ദൈവം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. ആ എക്സാം എഴുതി കംപ്ലീറ്റ് ആവുന്നത് വരെ നിങ്ങളുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാവും. അത് ഒരു സംശയവുമില്ല. അപ്പോൾ മാക്സിമം നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കോൺട്രിബ്യൂഷൻ കൊടുക്കുക. അതിനായിട്ട് ഏറ്റവും നന്നായി ശ്രമിക്കുക. ബാക്കിയൊക്കെ റിസൾട്ടൊക്കെ താനേ വന്നോളും. നിങ്ങൾ അർഹിക്കുന്ന റിസൾട്ട് അത് നിങ്ങൾക്ക് കിട്ടും. എൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ റിപ്പീറ്ററായിട്ടാണ് വന്നത്. 11th 12th ഇവിടെ ലോങ് ടേം ചെയ്തിരുന്നു.
അപ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. 12th ഞാൻ നീറ്റൊക്കെ എഴുതുമ്പോൾ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടല്ല എഴുതിയത്. എന്നാൽ പോലും കുറച്ചൊക്കെ ധൈര്യമായിട്ട് പോയിട്ട് അങ്ങ് എഴുതി. നല്ല മാർക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ മാക്സിമം എൻ്റെ ഭാഗത്തു നിന്ന് കൊടുക്കാൻ ശ്രമിച്ചു. സോ അതുകൊണ്ട് തന്നെ മോഡലുകളൊക്കെ എല്ലാം എഴുതി, മിസ്സാക്കാതെ എഴുതി. നീറ്റ് എഴുതി നല്ലൊരു റിസൾട്ട്, നല്ലൊരു മാർക്ക് തന്നെ ഏതാണ്ട് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. സോ കൃത്യമായിട്ട് അങ്ങ് പഠിച്ചു പോയാൽ മാത്രം മതി, റിസൾട്ട് താനേ വന്നോളൂ. നമ്മൾ പോലും അറിയാതെ നീറ്റ് എക്സാം അങ്ങ് കഴിഞ്ഞു പോകും. ശരിക്കും പറഞ്ഞാൽ ഞാനത് എക്സ്പീരിയൻസ് ചെയ്തതാണ്. നീറ്റ് കഴിഞ്ഞു എന്ന് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല ആ ദിവസം. ഞാൻ ജസ്റ്റ് സാധാരണ ഒരു മോഡൽ എഴുതാൻ പോകുന്നു എന്ന് വിശ്വസിച്ച് ഞാനങ്ങ് എഴുതാൻ പോയി. എക്സാം കഴിഞ്ഞു. അതങ്ങ് ആ ഫ്ലോയിലങ്ങ് പോകും. എക്സാം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ നമുക്ക് തോന്നും ഇത് നീറ്റ് മോഡലാണോ എന്ന്, ബ്രില്യൻറ്റിൻ്റെ മോഡൽ എക്സാം എന്ന് നമുക്ക് തോന്നിപ്പോകും ശരിക്കും പറഞ്ഞാൽ. സോ മാക്സിമം നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് കൊടുക്കുക, അത് മാത്രം ചെയ്താൽ മതി. ബാക്കി ബ്രില്യൻറ്റ് നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസ് ഒക്കെ അവർ തന്നോളും. അപ്പോൾ എല്ലാവർക്കും ഈ വർഷം റിപ്പീറ്റ് ചെയ്യാനും സൂപ്പർ റിപ്പീറ്റേഴ്സ് ഒക്കെ ഉണ്ടാവും. എല്ലാവർക്കും ഈ വർഷത്തെ നീറ്റ്, വരാൻ പോകുന്ന വർഷത്തെ 2020 നീറ്റ് ക്രാക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.